ഹായ് ഗായ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും എന്റെ തല കൊട്ടടി. എന്തോ ആരെ എത്തി നോക്കുന്നത്, അവിടെ ആരെ ഇരിക്കുന്ന ആരെ നോക്കുന്നത്? അപ്പൊ ഗൈസ്, നമ്മൾ ഇന്ന് ഈ ടാബ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവുമല്ലോ ഇന്നത്തെ വീഡിയോ. ഗൈസ്, അപ്പൊ നമ്മളെ ഇതിനു മുമ്പ് 2 പാർട്ട് എന്തോ ചെയ്തിട്ടുണ്ട്. പഴയ നമ്മുടെ ഓൾഡ് വീഡിയോ റിയാക്ഷൻ അല്ലെങ്കിൽ നമ്മുടെ ഓൾഡ് ക്രിഞ്ച് വീഡിയോ റിയാക്ഷൻ. പക്ഷെ ഞാൻ അങ്ങനെ പറയല്ല, എനിക്ക് അങ്ങനെ അധികം വീഡിയോസ് ഇല്ല. ഞാൻ കുറച്ച് വീഡിയോസ് അന്ന് നമ്മൾ എടുത്തതില്ലേ, അത് അത്ര വീഡിയോസിനുള്ളതേ ഉള്ളായിരുന്നു. എങ്ങനെ പോയാലും ഒരു 10 വീഡിയോ. ഞാൻ അങ്ങനെ ലിപ്സിങ്ക് അധികം ചെയ്തില്ലായിരുന്നു. അയ്യോ, വീഡിയോ വേണ്ട, ഏട്ടന്റെ പഴയ ലുക്ക് മതി. അതോടെ മറ്റേ ഇത് ബോഡി ഷെയ്മിങ് ആണോ? എന്റെ ചെറുക്കനെ എന്നെ പറഞ്ഞ അടിക്കുന്നുണ്ട്. ബോഡി ഷെയ്മിങ് ചെയ്യുന്നുണ്ടോന്ന് എനിക്ക് കാണണേ. അപ്പൊ മൃദുലയാണ് ഏറ്റവും കൂടുതൽ ലിപ്സിങ്കും. പണ്ടത്തെ ഒരു പാറ്റേൺ എന്ന് പറഞ്ഞാൽ 7 മണിയാകുമ്പോ നിർബന്ധ 2 വീഡിയോ. അത് നിർബന്ധ. എന്നെ എന്തൊക്കെ പറയുന്നു? എന്തുവാ അമ്മ വല്ലതും പറഞ്ഞുണ്ടല്ലോ. എന്റെ അമ്മ പറയും, വീഡിയോ എടുക്കും. ഒന്നുമല്ല പറയും, ഞാൻ പറയും. അടി കിട്ടും പടയും. പിന്നെ നീ പറയുന്ന നടക്കാനാണ് ഇവിടെ കാര്യങ്ങൾ. ഞാൻ പറയും. പറ്റത്തില്ല. നിന്റെ അമ്മയുടെ വീഡിയോ ഇന്ന് റോസ്റ്റ് ചെയ്യും ഞാൻ. ആദ്യത്തെ വീഡിയോ ചെയ്തപ്പോ നീ കൈക്കുഞ്ഞായിരുന്നു. കൈക്കുഞ്ഞ് എത്ര മാസം? 2 മാസം ഓടിയവന് 2-3 മാസമേ ഉള്ളൂ ആദ്യത്തെ നമ്മൾ വീഡിയോ ചെയ്തപ്പോ. സോ അങ്ങനെ അന്ന് എല്ലാവർക്കും ഒരു പരാതിയായിരുന്നു കമന്റ്സിൽ, മൃദുല ചേച്ചിയുടെ പന്ന വീഡിയോസ് എന്ന് വെച്ചാൽ ക്രിഞ്ച് വീഡിയോസ് മാത്രമേ ഞാൻ എടുത്തോളൂ, നല്ല വീഡിയോസ് ഒന്നും ഞാൻ എടുത്തില്ലെന്ന്. അപ്പൊ ഈ വട്ടം അതിനുള്ള പരിഹാരം, ഞാൻ നല്ല വീഡിയോസും മൃദുലയുടെ എടുത്തിട്ടുണ്ട്. നല്ല വീഡിയോസും ഉണ്ട്, കുറച്ച് നല്ല വീഡിയോസ് ഉണ്ട് ഇല്ലേ? മുട്ട് ഇഷ്ടമായിരുന്നു എനിക്ക്. അപ്പം മൃദുല ഒരുപാട് നമ്മളാ ഒരു പണ്ടത്തെ പാറ്റേൺ പോകുന്ന വെച്ചാ എന്തോ എനിക്കൊന്ന് പറയണ്ടേ. പണ്ട് നമ്മള് ലിപ്സിംഗ് വീഡിയോ ഒരു ടൈമിൽ ട്രെൻഡ് ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്ലോ മോഷൻ ആയി. പിന്നെ ഇത് രണ്ടും ട്രെൻഡ് ഔട്ട് ആയി. പിന്നെ നല്ല കണ്ടന്റ് ഫൺ വീഡിയോസ് ഓൺ വോയിസ് അങ്ങനത്തെ ക്രിയേഷൻ ആയി. അങ്ങനെയാണ് നമ്മളൊരു ഒരു ക്രിയേറ്റർ ജേണി നമ്മുടെ ഈ ഒരു കുറച്ച് നാളത്തെ. അപ്പം അതിൽ ഞാൻ അന്ന് മുതൽ നമ്മൾ ഡാൻസ് വീഡിയോസ് ആയിരുന്നു ചെയ്തിരുന്നത്. പിന്നെ ഡാൻസ് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഓരോ ചെയ്തു. നിന്നെ റോസ്റ്റ് ചെയ്യുന്ന ഞാൻ ഇഷ്ടപ്പെടുന്നില്ലയോ? നിന്റെ അടുത്താണോ വഴക്ക്? അപ്പൊ ഗൈസ്, നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പം ഇന്നത്തെ മൃദുലയുടെ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ വീഡിയോസ് മാത്രമല്ല, ഞാൻ മൈക്ക് അവന് വെച്ച് കൊടുക്കാൻ പോവാ. ഞാൻ സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവൻ സംസാരിക്കും. അപ്പൊ നമ്മളെ വീഡിയോസ് മാത്രമല്ല ഇന്ന് റിയാക്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളെ പഴയ കുറച്ച് ഫോട്ടോസ് നമ്മൾ കാണിച്ചിട്ട് നമ്മൾ ആ ഒരു മെമ്മറീസ്, ഞാൻ ആ ഫോട്ടോ കാണിക്കും, പർട്ടിക്കുലർ അത് ഏത് സിറ്റുവേഷനിലാണെന്ന് നീ പറയണം. അല്ല, വീഡിയോ റോസ്റ്റ് ചെയ്യുന്ന എന്റെ അല്ലേ, അപ്പൊ ഞാൻ ഫോട്ടോ കാണിക്കും. ഞാനും ഫോട്ടോസ് എടുത്തിട്ടുണ്ട് കുറച്ച്. കാരണം ഏട്ടന്റെ കുറച്ച് മെമ്മറീസ് എനിക്ക് ചെക്ക് ചെയ്യാനുണ്ട്. അപ്പൊ ലെറ്റ്സ് ഗോ ഗൈസ്, നമുക്ക് നേരെ ആദ്യത്തെ വീഡിയോയിലോട്ട് പോവാം. ലെറ്റ്സ് ഗോ. നമുക്ക് ഒന്നിച്ച് അമ്മച്ചിയുടെ വീഡിയോ കണ്ടാലോ? അവനെ കാണിക്കില്ലേ? നമുക്ക് ആദ്യം നല്ല വീഡിയോസിലോട്ട് പോവാം ഗൈസ്. ഓക്കെ, ആദ്യത്തെ വീഡിയോ, ഫസ്റ്റ് വീഡിയോ. അന്ന് ഡാൻസിൽ ഒരു കില്ലാടി ആയിരുന്നല്ലേ? അല്ലെ മൃദുല? ഡാൻസ് അത്യാവശ്യം കളിക്കുമായിരുന്നു, ഭയങ്കര ഇഷ്ടമായിരുന്നു ഡാൻസ് കളിക്കാൻ. വീട്ടിലെ അമ്മയും അച്ഛനും എല്ലാം, അച്ഛനെതിരില്ല, അമ്മ എതിരായിരുന്നു. അമ്മ വഴക്ക് പറയും ഡാൻസ് കളിക്കുന്നതിന്, വേറെ പണിയില്ലെന്ന് ചോദിക്കും. പക്ഷെ അച്ഛൻ സപ്പോർട്ടായിരുന്നു. അമ്മ ഇപ്പൊ പറയും വീഡിയോ എടുക്കുന്നില്ലേ, ഡാൻസ് ഒക്കെ എടുക്ക്. അല്ല, ഞാൻ കൊച്ചിനെ പിടിക്കാം, നിങ്ങൾ വീഡിയോ ഡാൻസ്. ഇപ്പൊ അമ്മ സപ്പോർട്ട്, അന്ന് സപ്പോർട്ട് അല്ലായിരുന്നു. സോ അല്ല, അന്ന് അമ്മയ്ക്കും ആൾക്കാർക്കും ഇതിന്റെ അത്ര ഒരു പോസിബിലിറ്റി എന്തുവാണ് സംഭവം അറിയത്തില്ല. പണ്ട് ആൾക്കാർക്ക് അമ്മയ്ക്ക് ഇപ്പോഴും അറിയത്തില്ല, നേരെയല്ല എല്ലാവരും ഇപ്പോഴും കണ്ടാലും അറിയത്തില്ല. ഓക്കെ, അപ്പൊ അല്ല, ഇതിന് നല്ലൊരു ഡാൻസ്. ഞാൻ പറയാം, നല്ല വീഡിയോസ് നമ്മൾ എടുത്തിട്ടുണ്ട്, ക്രിഞ്ച് വീഡിയോസ് മാത്രമല്ല. അവിടെ ഷൂസ് ശ്രദ്ധിച്ച, ഈ ഒരു ഇത് ഷൂസ് കണ്ടാ, ഈ ഒരു ഡ്രസ്സിന്റെ കൂടെ ഷൂ. ഇപ്പോഴും ഡ്രസ്സിംഗ് സെൻസ് കറക്റ്റ് ആയിട്ടില്ല, എന്നാലും അത് പറബോറ് ഇങ്ങനെ ആരെങ്കിലും ഇടുവോ? ഇത് ഏത് ചുരിദാർ? ഇത് എന്ത് ഒരു പാർട്ടിയിലെ ചുരിദാർ? അനാർക്കലി എന്നൊക്കെ പറയാ ടൈപ്പ്. അല്ല, ആ ചുരിദാറിനോട് അവിടെ ഇട്ടിരിക്കണ ആ ഷൂസ് കുഞ്ഞാട് ടൈപ്പ് ചുരിദാർ. അത് വീട്ടിന്റെ ഫ്രണ്ടിൽ നിന്നാ കളിക്കുന്നേ. ആൾക്കാര് പോന്നവരും കണ്ടോ? കമന്റും ഉണ്ട്. ഒരു കമന്റ് കണ്ട, പാണ്ടീന്ന്. അത് അറിയാവുന്ന ആളാ.
അതറിയാവുന്ന അല്ല അത് മൃദുലയുടെ വീടിന്റെ അടുത്തുള്ള ആളാ, അത് കുഴപ്പമില്ല. മൃദുല നമുക്ക് ഉണങ്ങി മുഖത്തൊക്കെ വണ്ണം ഇല്ല, ഇവിടുത്തെ 2 എല്ല് ഇങ്ങനെ കാണാം. അത്രയ്ക്ക് മൃദുല നല്ല മുഖത്ത് വണ്ണം എന്ന് പറഞ്ഞ മുടിയുണ്ട്. ഈ സമയം മുടി സ്ട്രൈറ്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യം ഒരു വട്ടമൊക്കെ ചെയ്തിട്ടുണ്ട്, അത് കഴിഞ്ഞ് കളിച്ചത്. ഓക്കെ, നല്ലൊരു വീഡിയോ ആയിരുന്നു കേട്ടോ. നമുക്ക് അടുത്ത വീഡിയോട്ട് പോകാം ഗൈസ്. അടുത്ത വീഡിയോ നല്ല ബാറ്ററി ആണെന്നു മീൻസ് നീ കാണാൻ നല്ല തുള്ളുന്നോണ്ടായിരിക്കും ബാറ്ററി ചാർജ് ആയിട്ടുള്ള നല്ല അടിപൊളി ഫെൻട്രാസ്റ്റിക് കമന്റ് ആയിരുന്നു അന്ന്. ഇത് 2020 വീഡിയോ ആണ്. അതൊന്ന് ചിന്തിച്ചു നോക്കണം, ഇപ്പൊ 6 വർഷമായി. ഓക്കെ, അടുത്ത വീഡിയോ, അടുത്ത ചങ്കിന്റെ കൂടെ ആയിരുന്നു അടുത്ത വീഡിയോ. അൻസിയായിട്ട്. അൻസിയെ എന്നെ ഒന്നും പറയല്ലേ, നിങ്ങൾ എന്നെ ഒന്നും പറയല്ലേ, നിങ്ങൾ ചെയ്തു വെച്ചത് ഞാൻ എടുക്കുന്നു, അത്രേ ഉള്ളൂ. ഒരേ വേവ്ലെങ്ത് ഉള്ള ആൾക്കാർ. ഓക്കെ, ഇത് മൃദുലയുടെ വീട്ടിലാട്ടോ. ഇവര് ഒന്നിച്ച് കൂടുന്ന തന്നെ ഡാൻസ് റീൽസ് എടുക്കാൻ വേണ്ടിട്ടാ. നിന്നെ കാണത്തില്ല കേട്ടോ, അവനെ കാരണം നിന്നെ കാണത്തില്ല. ഓക്കെ, തുടങ്ങാം നമുക്ക്. ഗുണ്ടുമല്ലി 2 രൂപ എന്ന് പറയുമ്പോൾ ആ ലിപ്സിങ് അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ, അതൊന്നും കൂടി കേക്കാം. ആ ഗുണ്ടുമല്ലി എന്തുവാ? ഗുണ്ടുമല്ലി 2 രൂപ എന്ന് പറയുമ്പോൾ സുഖം ഉണ്ടല്ലോ. എന്തുദ്ദേശിച്ചേ? ഗുണ്ടുമല്ലി 2 രൂപ എന്ന് പറയുമ്പോൾ സുഖം ഉണ്ടല്ലോ. അല്ല ഡാൻസ് കൊള്ളാം കേട്ടോ. പക്ഷെ ഒരു സജഷൻ, ഈ ബെഡ്ഷീറ്റ് പറക്കി മാറ്റായിരുന്നു. അത് മലപ്പുറം ഇട്ടതാ, അപ്പുറം മതിൽ മൊത്തം പായല്. അത് വീഡിയോയിൽ ഇച്ചിരി കൊള്ളത്തില്ലാന്ന് തോന്നി. അങ്ങനെ ഒരു എന്തുപ്പാ മൂട് മാറി, ഇഷ്ടപ്പെട്ടില്ല. ബെഡ്ഷീറ്റ് ഭയങ്കര വൃത്തിയാണ് കേട്ടോ. ബെഡ്ഷീറ്റ് ഇല്ലാതെ അതിലും വൃത്തിയാണ് പായല്. നല്ലോണം കളിക്കുന്നുണ്ട് ഗൈസ്. 10ൽ ഒരു 8.5 മാർക്ക്. ബാക്കി ആക്ടിങ് നിന്റെ ലിപ്സിങ്സ് പോയി. 1 2 രൂപ മണിയുമ്പോ അവളെ എന്തോ പറഞ്ഞത് പോലെ മനസ്സിലായില്ല. ഗുണ്ടുമല്ലി 2 രൂപ എന്ന് പറയുമ്പോൾ ഒരു സുഖമുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. അതിനകത്ത് നല്ല കമന്റ്സാ. സൂപ്പർ നൈസ്, വൗ സമ്മ, റിയലി സമ്മ. മൃദുലയ്ക്ക് അന്ന് തമിഴ്നാട്ടിൽ നിന്ന് ഭയങ്കര ഫാൻസ് ആയിരുന്നു തോന്നുന്നു കേട്ടോ. എന്തോ ഇഷ്ടാണ് തമിഴ്നാട്ടിൽ. നെക്സ്റ്റ് ബിച്ച് വണ്ണൻ ഓൺ ദ ഫ്ലോർ. ഞാൻ കുടിയനാണ്, അലമ്പനാണ്. ഓക്കെ, പക്ഷെ ആരെയും പറഞ്ഞു പറ്റിക്കില്ല, ചതിക്കില്ല. ഇപ്പൊ വിശ്വാസമായല്ലോ. അല്ല അന്നേ ലാലേട്ടന്റെ വീഡിയോ ചെയ്യാനും നന്നായി ചെയ്യുന്നില്ലേ? ആ ഒരു ഫീൽ കിട്ടുന്നില്ലേ നമുക്ക്? ബിച്ചോട് മുമ്പ് ഇരുന്ന് കാണുക. ബിച്ചോണ്ട വേറെ ടിക്ടോക്ക് ഉണ്ടോ? അല്ല അന്ന് ചെയ്യുമായിരുന്നു തോനെ. ഞാൻ ഡുവറ്റ് ചെയ്തതാ. അണ്ണന്റെ ഐഡിയ ഉണ്ടായിരുന്നു. ഐഡിയ നമുക്ക് തൂക്കേണ്ടിയിരിക്കുന്നു. ദീപ്തി ചേച്ചി കണ്ടോ? നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേസ്. മൃദുലയ്ക്ക് പ്രത്യേകിച്ച് റോളൊന്നുമില്ല. ഞാൻ മൃദുലെ നോക്കിയില്ല, ബിച്ചോണ്ണ മാത്രമേ. നല്ല എല്ലാരും നല്ല കമന്റ്. പൊളി ബിച്ചോണ്ണൻ. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ. ഇൻഡിപെൻഡൻസ് ഡേക്ക് എടുത്താണോ? നിന്റെ കോസ്റ്റ്യൂം കണ്ടിട്ട് ഇൻഡിപെൻഡൻസ് ഡേക്ക് എടുത്തതാന്ന് തോന്നുന്നില്ലേ? അല്ല, ഞാൻ മൃദുലെ സ്നേഹിക്കുന്ന സമയത്ത് മൃദുലക്ക് ഈ ഒരു ലുക്കായിരുന്നു, പല്ലി കമ്പി. ഇതേ ഈ ഫേസ് ലുക്കായിരുന്നു ഞാൻ ഇവിടെ നമ്മള് റിലേഷനിലാവുന്ന ടൈം. 2019. ഓക്കെ, അതായത് ഇൻഡിപെൻഡൻസ് ഡേ ഒക്കെ പിന്നെ വളയൊക്കെ കണ്ടില്ലേ? ഓക്കെ, നമുക്ക് വീഡിയോ കാണാം. ബാക്കി വീഡിയോ. എനിക്കേ അൻസിയുടെ ഇത് കണ്ടിട്ട് അൻസിക്ക് താല്പര്യമില്ലാതെ നീ പിണങ്ങുമെന്നുള്ള ഇതിന്റെ വെച്ചിട്ട് നിന്നെ പിടിച്ചു നിർത്തി വീഡിയോ എടുക്കുന്ന സത്യം. നീ അൻസിയുടെ മുഖം മാത്രം ശ്രദ്ധിച്ചു. അവർക്കൊരു വിഷമം, അവർക്കൊരു സങ്കടം. അവളൊന്ന് ഉച്ചയ്ക്ക് ചോറ് കൊണ്ടുവന്ന് നീ തട്ടിപ്പറിച്ച് തിന്നോ എന്താ നീ മനസ്സിലാകുന്നില്ല. നമുക്കൊരു വിഷാദമാണ് അങ്ങ്. ഞങ്ങൾക്ക് ഇഷ്ടമാണ് വീഡിയോ എടുക്കാൻ, ഞങ്ങൾ എടുക്കും. നിനക്ക് ഇഷ്ടമാ, അവക്ക് ഇഷ്ടമല്ല. നീ പിടിച്ചു വെച്ചെടുക്കുക. അല്ല നന്നായിട്ടുണ്ടായിരുന്നു. നമുക്ക് നല്ലത് പറഞ്ഞു. ഇല്ല, കൊള്ളത്തില്ല, എന്നെ കൊള്ളത്തില്ല. അവളെ കാണാൻ കൊള്ളാട്ടോ, എന്നെ അല്ല 2019 നല്ലതായിരുന്നു. ഇപ്പൊ കാട്ടവരാതെ തുടങ്ങി. അന്ന് നല്ലതായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. മനോജ് അടിപൊളി. ലവ് ഫേസ്. ഓ, അത് മതിയായിരുന്നു. ഇത് ഏത് കാട്ടിൽ നിന്ന് നീ വീഡിയോ എടുക്കുന്നത്? നമ്മളെ SM കോളേജിൽ താഴെ വഴി ഉണ്ടല്ലോ, താഴെ ഗ്രൗണ്ടിലോട്ട് ഇറങ്ങുന്ന വഴി, അവിടെ നിന്ന് എടുത്തതാ കോളേജ് കഴിഞ്ഞ്. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. ചടപട വീഡിയോ നമ്മൾ കണ്ടു തീർക്കുക. നീ എവിടെയെന്ന് ഞാൻ ആലോചിക്കുമായിരുന്നു. നീ എവിടെ? ചങ്കടല്ലേ നിന്ന് ഞാൻ ചങ്കട എല്ലാരെയും വാരിപ്പുറക്കെ എടുത്തിട്ടുണ്ട്. ഓക്കെ, മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. നാച്ചുറൽ ടൈമിംഗ്. സൗണ്ട് പിന്നെയും ശ്രീദേവി
അല്ല അന്ന് നമ്മൾ അങ്ങനെ പറയില്ല, കാരണം ആൻഡ്രോയിഡ് ഫോൺ ആയതുകൊണ്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ അന്ന് എന്റെ ലാഗാ, നമ്മൾ മ്യൂസിക് സിൻസ് ചെയ്താലും ലാഗാ. അപ്പൊ അത് ശ്രീദേവി കറക്റ്റ് അഭിനയിച്ചാലും അത് ലാഗിന്റെ ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. ശ്രീദേവി ഞാൻ രക്ഷിച്ചിട്ടുണ്ട്. സ്കൂള് മേക്കപ്പ് കൂടുതലാണ് ചേട്ടാ. മേക്കപ്പ് കുറച്ച് കുറവാണെങ്കിലേ ഉള്ളൂ. ആരാ മേക്കപ്പ് ചെയ്ത്? ഞങ്ങളുടെ നാട്ടില് ബ്യൂട്ടി പാർലർ ചേച്ചി. ഇതാണോ അത്? ഞാൻ നമ്മളെ സ്നേഹിക്കുന്ന സമയത്ത് ഇതേ ലുക്കായിരുന്നു പറഞ്ഞില്ല. പക്ഷേ ഈ സമയത്ത് നല്ല മുടിയായിരുന്നു പറഞ്ഞില്ല. ഇതില് മുടി ഉള്ളുണ്ടായിരുന്നു, നല്ല ചുരുണ്ട മുടിയായിരുന്നു. എനിക്ക് എന്റെ ചുരുണ്ട മുടിയായിരുന്നു. ഇപ്പൊ എനിക്ക് നീ ചുരുണ്ട മുടി ചുരുണ്ട മുടി ഒരു സമയത്ത് നല്ലായിരുന്നു. സൂപ്പർ ആയിരുന്നു. കിടു കമന്റ്സ് ഒക്കെ നല്ല കമന്റ്. കിടു കിടു നൈസ് കേട്ടോ. അവളുടെ അക്കൗണ്ട് അത്, അവളുടെ അക്കൗണ്ട്. അടുത്ത വീഡിയോ കണ്ടിട്ട് അവളെ അക്കൗണ്ടാ. ഓക്കെ ഓക്കെ ഓക്കെ, അടുത്ത വീഡിയോയിലോട്ട് പോട്ടെ. ഇത് വീടിന് ടെറസാ. ഓക്കെ ഓക്കെ. മുടി കറക്കുന്നവരെല്ലാം വൈറലാവുമായിരുന്നു. അങ്ങനെ ഞാനും കറക്കി. അവനാള് മനസ്സിലായില്ല. ഏത് പന്ന പെണ്ണമ്പൂ അമ്മയൊന്നുമല്ല. അന്ന് ഒരു സമയത്ത് ഇത് ട്രെൻഡ് ആയിരുന്നു. എനിക്ക് ഇഷ്ടമായിരുന്നു. ഒരു ദിവസം 10 കമന്റ് കണ്ട ഒരു കമന്റ് ഉണ്ട് കേട്ടോ, 2020 ഇട്ടോ. വൗ 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 3 വൗ എന്തോ വേണം. ആരായിരുന്നു എന്തോ കട്ട ഫാനായിരുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. ഓക്കെ എടാ എന്തുവാണോ ഇത് അപ്പു? തങ്കച്ചി പാസം. തങ്കച്ചിയല്ല, സോറി അക്കപ്പാസം. അല്ല ഇതുവരെ നന്നായിരുന്നു കേട്ടോ. നല്ലത് നമ്മളുണ്ട്, നല്ലതെന്ന് അപ്രീഷിയേറ്റ് ചെയ്യണം. അടിക്കുന്ന മൃദുല മെയിൽ വോയിസ് നല്ലായിരുന്നു കേട്ടോ. 10 ൽ 10 മാർക്ക് ഉണ്ട്. നല്ലോണം ചെയ്തു. നമ്മള് നല്ലല്ലേ? നല്ലല്ലേ? ഞാൻ നല്ല പറഞ്ഞു. ഇവിടെ നമ്മള് നല്ല വീഡിയോസ് ഞാൻ ആരെയും വെറുതെ വിടത്തില്ല. എന്റെ കൂടെ കൂട്ടുകൂടുന്നവരെ എല്ലാരും ഞാൻ അന്ന് 688 ലൈക്ക് 36 കമന്റും ഉണ്ട്. വെൽഡൺ. ഇല്ല അന്ന് 2020 അല്ലേ? അന്ന് നിനക്കൊരു 100 ലൈക്ക് കിട്ടിയാൽ ഭയങ്കര ഹാപ്പി അല്ലേ? അന്ന് മൃദുല കൺസിസ്റ്റന്റ് ആയിട്ട് എന്നെക്കാട്ട് വീഡിയോ ഇടുന്ന ആയിരുന്നു മൃദുല. നമുക്ക് എല്ലാവർക്കും ഇങ്ങനെ ഒരു വളുപ്പ് കാലം കാണും ഇല്ല? അതിലൊന്നും മോനെന്താടി അനങ്ങാതിരിക്കുന്നത്? നിന്റെ വീഡിയോ അവൻ എന്തോ ഒരു സങ്കടം പോലെ. അവൻ ആദ്യം കുറെ ആക്റ്റീവായിട്ട് ഇപ്പൊ കാണും. ആണോ നീ? സത്യം പാവം കേട്ടോ. നെക്സ്റ്റ് വീഡിയോ വീണ്ടും ഇതൊക്കെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം സാരി എടുത്ത് ഒരുങ്ങുന്നതാ. അവക്കാ ഇഷ്ടം. ട്രാൻസിഷനിൽ ഒരു ഇതായിരുന്നില്ലേ? എഡിറ്റിംഗ് നീ നോക്ക്. എന്റെ എഡിറ്റിംഗ് ഒക്കെ കണ്ടുപടി. ഇത് ടിക്ടോക്കിൽ തന്നെ ഷൂട്ട് ചെയ്യുന്നില്ലേ? പൗസ് ചെയ്തിട്ട് എഡിറ്റിംഗ് അല്ലല്ലോ. എന്നാലും പൗസ് ചെയ്യാൻ ഒരു ബുദ്ധി വേണ്ടേ? അതല്ല മീനിച്ചേച്ചി എക്സ്പ്രഷൻ നോക്കട്ടെ. മീനു നിന്നെ വലിച്ചു കീറി. എന്നെ ചേച്ചി അറിയും. കണ്ട എന്റെ വല്യമ്മേ. അല്ല നമുക്കിത് ഒരു ആ ചേച്ചിയുടെ ഇതില്ലായിരുന്നെങ്കിൽ നമുക്കൊരു 10 കൊടുക്കായിരുന്നു. ഇപ്പൊ നമ്മളൊരു 6 മാർക്ക് കൊടുക്കുന്നു. വീഡിയോ എടുക്കാൻ വേണ്ടി വരും. തമ്പുരുവിനെ ഉറക്കി കിടത്തിയിട്ട്, അന്ന് തമ്പുരു മാത്രമേ ഉള്ളൂ. തമ്പുരുവിനെ ഉറക്കി കിടത്തിയിട്ട് അവളുടെ സാരി തന്നെ എല്ലാം, അവളുടെ ഓർണമെന്റ്സ് എല്ലാം ഇടും, ഒരുങ്ങും, വെളിയിലോട്ട് നിൽക്കും, വീഡിയോ ഒക്കെ എടുക്കും. അമ്മീ അങ്ങനൊന്നും പറയത്തില്ല. ഓക്കെ അടുത്ത വീഡിയോ. ഈ വീഡിയോ നമ്മൾ അന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എനിക്ക് ഓർമ്മയില്ല. ചെയ്തിട്ടുണ്ടായിരുന്നോ? ആദ്യം കുറച്ച് ഓവർ എക്സ്പ്രഷൻ ഇട്ടാലും നല്ല രസമുണ്ട് കാണാൻ. ഈ സമയത്ത് പല്ലി കമ്പിയൊക്കെ എടുത്തില്ലേ? ഇത് നല്ല വീഡിയോ ആണ്. ഫസ്റ്റ് കമന്റ് മൈ സിസ്റ്റർ മൈ ഹീറോ രതീഷ്. ഇതെല്ലാം ഇവരെ ബന്ധുക്കളാണ്. 10 കമന്റും എല്ലാ വീഡിയോയിലും 10 കമന്റ് ഉണ്ട്. 10 കമന്റ് ബിച്ചു അണ്ണൻ, രതീഷ് അണ്ണൻ, അവളെ ചേച്ചി, മൊത്തം ഒരു ഐഡിയ 10 കമന്റ് കാണും. കിടു അടിപൊളി. ഇതെന്താ അറിയോ? മറ്റുള്ളവർക്ക് കാണാൻ വേണ്ടിയല്ല, നമ്മൾ തന്നെ ഒരു 10-20 തൊട്ട് ഒരു ദിവസം ഇത് ചെയ്യും, എടുത്തു വെച്ച് കാണും. ഓക്കെ നെക്സ്റ്റ് വീഡിയോ. മല്ലു വേർഷൻ ഓഫ് വിരൽ മടക്കൽ. മല്ലു വെർഷൻ വിരൽ മടക്കലോ? അതൊക്കെ അന്നത്തെ ട്രെൻഡ്. എന്റെ അടുത്ത് ഇപ്പൊ ചോദിക്കുന്നു. മല്ലു വെർഷൻ ഓഫ് വിരൽ മടക്കൽ എന്നല്ലേ കേട്ടത്? മല്ലു വേർഷൻ ഓഫ് വിരൽ മടക്കൽ. ബ്രഷ് ചെയ്യാതെ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിരൽ മടക്കാം. ഉച്ചയ്ക്ക് കിടന്ന
ഞാൻ മടക്കി നിങ്ങൾ മടക്കും കേട്ടോ. നിങ്ങൾ മടക്കണേ. ഉറങ്ങി രാത്രി എണീറ്റ് കിളി പോയിട്ടുണ്ടെങ്കിൽ ഒരു വിരൽ കൂടി മടക്കുക. അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് കാശ് മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിരലും കൂടി മടക്കുക. തമാശക്കോ അല്ലാതെയോ ആരുടെയെങ്കിലും മുഖത്തടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിരലും കൂടി മടക്കുക. 2 അതിൽ കൂടുതൽ ദിവസമോ കുളിക്കാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ ഒരു വിരലും കൂടി മടക്കുക. കുളിക്കാതിരുന്നില്ല. നീ മടക്കണം, ഞാൻ മടക്കിട്ടില്ല. എനിക്ക് എത്ര ഉള്ളൂ? 1 2 ഒരാഴ്ച ഒരാഴ്ച കുളിക്കാതിരുന്ന എവിടെ ബസന്തി ആയി പോകും. ഒരു 5-6 ദിവസം മുടിയൊക്കെ സ്ട്രെയിറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ തല നനയ്ക്കൂല 6 ദിവസം. ഓക്കെ, അടുത്തത്. പൂളിലോ കുളത്തിലോ അടുത്ത ആളുള്ളപ്പോൾ നീ മടക്കണം. പൂളിനടിപ്പെടുത്തത് നീ മടക്കണം. ഞാൻ ഇല്ല, നീ മടക്ക്. ഞാൻ പൂളിനടിയൊന്നും പെടുത്തിട്ടില്ല. ചുമ്മാ ആവശ്യമില്ലാത്ത കള്ളം പറയില്ല. കൊച്ചിനെ കൊണ്ട് ഒരു പൊതു സദസ്സിലിരുന്നാണോ പൂളിനടി പെടുത്താന്ന് പറയുന്നത്? ചെറുക്കനെ കുളം വരുത്. ഉറക്കം വരുന്നത്. കുട്ടിക്കാലത്ത് തുമ്പീനെ കൊണ്ട് കല്ലെടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിരലും കൂടി മടക്കുക. പട്ടിയോ പശുവോ കടിക്കാനോ കുത്താനോ ഓടിച്ചിട്ടുണ്ടെങ്കിൽ ഒരു വിരലും കൂടി മടക്കുക. ടീച്ചറോട് പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു വിരലും കൂടി മടക്കുക. വിരലും മടക്കി. ടീച്ചറിനോട് പ്രണയം തോന്നിയിട്ടുണ്ടോ? നമ്മളൊന്നും ടീച്ചർമാരെ പ്രണയിച്ചിട്ടില്ല. ഏത് ടീച്ചറിനെ അടുത്ത് പ്രണയിച്ചത്? നമ്മുടെ ട്യൂഷൻസ് പഠിപ്പിക്കാൻ ഒരു സാറ് വരുമായിരുന്നു കേട്ടോ. നല്ല രസം കാണാൻ. പ്രണയം തോന്നിട്ടില്ല, നമ്മൾ വായി നോക്കും. ഇതൊന്നും എനിക്കറിയത്തില്ല. ഈ വിരൽ മടക്കൽ 10-ലോ +1 പഠിക്കുന്ന സമയത്തായിരിക്കും. നിങ്ങൾക്ക് ടീച്ചർമാരുടെ ക്രഷ്. എനിക്ക് ഇന്നൊരു ടീച്ചർമാരോടൊന്നും, മാതാപിതാ ഗുരുദേവാണ്, നമ്മൾ ഗുരുക്കന്മാരോടൊന്നും നമ്മളെ ക്രഷ് തോന്നാലോ നമുക്ക്. എന്തൊരു പരിപാടിയാ ടീച്ചർമാരുടെ. എന്തൊരു പ്രേമോ ട്യൂഷൻ സാറിന് ആരെയോ പറഞ്ഞേ. എന്താണ് നിന്നെ 2 അക്ഷരം പഠിപ്പിക്കുന്ന സാറാണോ? എന്റെ അമ്മയൊക്കെ കാണുന്നത് ഫണ്ണാണ്. പലരും അങ്ങനെ ക്രഷ് അടിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ചിലപ്പോ ഗസ്റ്റ് വരുന്ന സാറന്മാരോടൊക്കെ. പക്ഷെ എനിക്ക് അടിപൊളിയാണെന്ന് നോക്കിയിരിക്കുന്നത്. ഓക്കെ, വിളിക്കാത്ത കല്യാണത്തിന് പോയി സദ്യ ഞാൻ ഇഷ്ടം പോലെ വിളിക്കാത്ത അത് ഞാൻ പോയിട്ടില്ല. അങ്ങനത്തെ പരിപാടി ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ പോയിട്ടുണ്ട്. ഞാൻ പണ്ട് ട്യൂഷൻ പഠിക്കുമ്പോഴും കോളേജ് പഠിക്കുമ്പോഴും പോയിട്ടുണ്ട്. അത് വലിയ വിഷയമുണ്ട്. കോളേജ് പഠിക്കുമ്പോൾ ഒരു ക്രിസ്ത്യൻ കല്യാണം അറിഞ്ഞിട്ടുണ്ട് ഒരു. അന്ന് ഞാൻ എല്ലാരും നാട്ടിക്കും. ഞാനുണ്ട്, ബിരിലുണ്ട്, ബാക്കി കൂട്ടുകാരെ പേര് പറയുന്നില്ല. ഞാൻ ബിരിലിന്റെ കാര്യം പറയാം. ബിരിലുണ്ട്, അവൻ നാടട്ടെ, അവനെ നമുക്ക് കുഴപ്പമില്ല. ഞാൻ മാത്രമല്ല അവരെല്ലാവരും. നമ്മളിങ്ങനെ ഫുഡ് എടുക്കൂടാ. അവിടെ ഫുഡ് എടുക്കുമ്പോ നമ്മൾ മുമ്പിൽ തിന്ന്. പക്ഷെ അവിടെ പ്രാർത്ഥന ഉണ്ട്. അവർക്ക് പ്രാർത്ഥന എഴുതി തിന്നു. നമ്മൾ അതിന് മുമ്പ് തിന്നപ്പോ മനസ്സിലായി യവന്മാര് നമ്മളിലുള്ള അല്ല, യവന്മാര് വേറെ എവിടെന്നോ വന്ന് കയറി. വിരൽമടക്കൽ സീരീസ് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. കേസ് അപ്പൊ നമ്മൾ അമ്പൂനെ അങ്ങോട്ട് ട്രാൻസ്ഫർ ചെയ്തു കേട്ടോ. ഓക്കെ, നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. ഇത് മൊത്തം തങ്കച്ചി അക്ക പാസം ഉള്ളടേ. വാപുത്തി നിന്റെ മേലെ ചേച്ചി അതോട് ആക്ട് ചെയ്തോട്ടില്ലേ? അല്ലേ? എക്സലന്റ് ആയിട്ട്. നൈസ്. നെക്സ്റ്റ് വീഡിയോ. എന്താ പറ്റിയേ? എന്തുവാ സാരില്ല. അപ്പൊ മുകളിലേക്ക് നോക്കി എന്താ കാര്യം? എനിക്ക് കരയണമെന്നുണ്ട്. പക്ഷെ 2000 രൂപയുടെ ഫൗണ്ടേഷനോ? എന്ത് തോന്നുന്നു താങ്കൾക്ക്? ഞാൻ ഒന്നും പറയുന്നില്ല. എന്താണ് തോന്നുന്നത് ഈ വീഡിയോ കാണുന്നത്? എന്തിനു ചെയ്തു? അല്ല, ക്യൂട്ടായിട്ടുണ്ട്. അവൻ ഇട്ടിട്ട് പോയി പട്ടി എന്ന് പറയുന്ന ഒരു അത് കൊള്ളായിരുന്നു. നല്ല പ്രോത്സാഹിപ്പിക്കുവാണോ? മുത്തേ ലവ് കൊള്ളാം. അത് കലക്കി. കമന്റ്സ് ഒക്കെ അടിപൊളി കമന്റ്സ്. 586 ലൈക്ക്, 34 കമന്റ്സ്. നമുക്ക് അടുത്ത വീഡിയോ. ആരിത്? നീ എന്ത് എക്സ്പ്രഷൻ? എന്താണ് ഇതെന്താണിത്? സത്യം ഞാൻ പറയട്ടെ, എനിക്കിതൊന്നും ഓർമ്മയില്ലേ. ഇതൊക്കെ ഓൺലൈനിൽ കിടക്കുന്നുണ്ടെന്ന കാര്യം നീ ഓർത്തോ? നീ എനിക്കതല്ല വീഡിയോ ഒക്കെ എനിക്ക് ഇവിടെ ഉദ്ദേശിക്കുന്നത് മനസ്സിലാവുന്നില്ല. എനിക്ക് മനസ്സിലായില്ലടാ. അമ്മേ കത്തി എനിക്ക് കിട്ടി. ഞാൻ
എന്തോന്ന് പറയട്ടെ, അതെന്റെ ചേട്ടനാണേ. ഉറക്കം എണീറ്റ് ഈ ചേട്ടൻ ഈ കോക്കിന് കാണിക്കുമ്പോ ഞാൻ അമ്മയെ വിളിക്കുവോ, അമ്മയെ വിളിച്ച് ഞാൻ കാണിക്കുവോ. അതാണ് തോന്നുന്നു ഞാൻ ഉദ്ദേശിച്ചത്. എനിക്ക് അല്ലെങ്കിൽ എന്നോട് ക്ഷമിക്കണം, എനിക്കറിയത്തില്ല. നിങ്ങൾ ഇതിൽ നിന്നും ഇല്ല ചില സിനിമകളിലെ ക്ലൈമാക്സ് നമ്മൾ നിങ്ങൾ എന്ത് പാപം ചെയ്തു ഇതൊക്കെ കാണാൻ. നിങ്ങൾ ഇത് ഊഹിച്ചെടുക്കും. അതല്ല ഇതിന്റെ കോമഡി. നിന്റെ ചേട്ടൻ വന്നതിനകത്ത് ഷോകോന്ന് കമന്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ പറയാം 2019 3/6 വന്നിട്ട് ഷോകോന്ന് കമന്റ് ഇട്ട് 7-ാം തീയതി ഒന്ന് സൂപ്പർ ഞാൻ വിളിച്ച് വഴക്കും. 5-6 ബത്തൊക്കെ എല്ലാവർക്കും പറ്റേ. അമ്മ ഒരുപാട് അമ്മ കളിയാക്കുന്ന ഒരുപാട്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. അടുത്തത് ചേച്ചിയുടെ ഒരു വീഡിയോ ആണ്. ഓക്കെ, ലെറ്റ്സ് ഗോ. നമുക്ക് അതിലോട്ട് പോവാം. ഓക്കെ, മ്യൂസിക് ഇല്ലേ, ടിക്ടോക്ക് പോലും അല്ല, ടിക്ടോക്ക് അത്രയും പഴക്കം മുന്നേ ഉള്ളതാ. 2019 വല്യപ്പ നിന്നെ ഇന്ന് വീഡിയോ കോൾ വിളിച്ചിരിപ്പിക്കുന്ന വല്യപ്പ. അന്ന് ട്രെൻഡായിരുന്നത്, കരയുന്നത് ട്രെൻഡായിരുന്നു. കണ്ടില്ലേ, ആ ചെറുക്കൻ അന്നത്തെ ടിക്ടോക്ക് സ്റ്റാർ ആയിരുന്നു. അല്പം മോരെടുക്കട്ടെ, കുലുക്കി സർബത്തായാലോ. ഞാൻ ഇന്ന് രാത്രിയൊക്കെ ഞെട്ടി ഉണരും. ഇനി കുറച്ച് നല്ല വീഡിയോസ് ആണ്. നീ അങ്ങനെ പറഞ്ഞ അതല്ല, അസ്ഥി ഇവിടെ ഇങ്ങനെ ഇല്ല, ജോലൈൻ ഭയങ്കര ഇതായിട്ട്. ഇത് ഹോസ്റ്റലിൽ പഠിക്കുന്നതാ, ഹോസ്റ്റലിൽ നിൽക്കുമ്പോഴാ. ഇത് ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും. ഈ വീഡിയോ എടുത്ത് വേറെ ഒന്നുമല്ല, എനിക്ക് ഈ ടൈമിൽ അവളെ കാണുമ്പോൾ ഇപ്പോഴും ക്രഷ് അല്ല, അങ്ങനെയല്ല, ഒരു ബ്യൂട്ടി, ഭയങ്കര രസമുള്ള ഇതിൽ നല്ല രസം മുതലേ കാണാൻ. നിങ്ങൾക്ക് അങ്ങനെ തോന്നാറില്ലേ? കേളി ഹെയർ മാത്രമല്ല, നീ നോക്ക്, നീ ഒരു കൊച്ചു പെണ്ണ് പോലെ ഭയങ്കര നിനക്ക് ഇങ്ങനെ ഇനിയും വേണമെങ്കിൽ ആയിക്കോട്ടെ. വർക്കൗട്ട് ഒക്കെ ചെയ്ത് നല്ലോണാവും. ഈ ടൈം അവളെ കാണാൻ നല്ല രസമുണ്ട്. എടാ എന്തുവാടാ ചിരിഞ്ഞിരിയടാ. അമ്മയുടെ ഡാൻസ് കാണു, സൂപ്പർ ഡാൻസ്. ആദ്യമായിട്ട് ഏട്ടന്റെ കൂടെ ഞാൻ ഡാൻസ് നമ്മള് ഇടുന്നത് ആദ്യമായിട്ട്. അതൊക്കെ റിലേഷൻ എന്ന് പറയുന്നതിന് മുന്നേ പബ്ലിക്കലി നമ്മള് രണ്ടുപേരും ഇട്ടൊരു ഡാൻസ്, എന്റെ അക്കൗണ്ടിൽ ഇട്ട ഡാൻസ് ആണെന്ന് തോന്നുന്നില്ലേ? നിന്റെ അക്കൗണ്ടിൽ ഇനി വേറൊരു കുറച്ച് ബ്യൂട്ടി വീഡിയോ, പണ്ടത്തെ അച്ഛൻ അടിപൊളി വീഡിയോസ്. ഇത് നല്ല വീഡിയോസ്, എനിക്ക് ഭയങ്കര ഈ വീഡിയോ എപ്പോഴും എടുത്തെന്ന് പറയുന്നുണ്ട്. കറക്കാൻ പോകുമ്പോ അത് നീ ഇല്ല. ഈ ഏത് വീഡിയോ? உங்க மனசுல அது வீடு மேல கொஞ்சோண்டு லவ் இல்ல பைத்தியம் மாதிரி பேசாத. இல்லன்னு சொல்லி இது எனக்கு இஷ்டம் வீடு. எனக்கு பேசல மட்டும் தாண்டி லவ் பண்றேன். போதும் ഇപ്പൊ ആക്കിയ വീഡിയോ என்ன ஐ லவ் யூ டி. அப்பா ஃபர்ஸ்ட் டைம் கேக்குறேன். நான் இன்னும் உன் வாயில அது கூட கேட்கவே இல்லையே. லவ் யூ അടേങ്കപ്പ. അത് വളരെ രസമുണ്ടായിരുന്നു. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് വീഡിയോ കഴിഞ്ഞെങ്കിൽ ഫോട്ടോ സെക്ഷനിലോട്ട് പോകാം. എനിക്ക് കുറച്ച് ട്രോളാണ് ഗൈസ്. മൃദുല വലിയ കാര്യത്തിൽ എന്നെ എന്തൊക്കെയോ ഫോട്ടോ കാണിക്കാന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഇത് മൃദുലയുടെ പണ്ടത്തെ ഫോണായിരുന്നു കേട്ടോ. പക്ഷെ ഇത് ഡെഡായി. ഇത് ഓണാവും ഓഫ് ആവും, ഓണാവും ഓഫ് ആവും. ഇത്രയും നേരം ഞാനൊരു 3-4 മണിക്കൂർ കുത്തിയിട്ടെ, എന്നിട്ട് 1% ചാർജ് ഓൺ ആക്കി നോക്കിയപ്പോ 1%. അതൊന്ന് ഫോട്ടോസ് ഒന്ന് ഓപ്പൺ ആക്കി വന്നപ്പോഴേക്കും സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ നിന്റെ വിധി. അമ്പു ഇപ്പോഴേ എനിക്ക് അമ്പുവിനെ കാണുമ്പോഴാടാ അമ്പു എന്നെ പോലെ ഫീൽ ചെയ്യുന്നു. ഇപ്പം വലുതാ ഇച്ചിരി ആയിട്ട് വന്നപ്പോഴേ എല്ലാരും കമന്റ് ഇടുന്നിട്ട് ഏട്ടനെ എന്റെ ഫേസ് കട്ട് ഇന്ന് ഞാൻ എന്റെ അടുത്ത് ഇങ്ങനെ ഉറങ്ങിയപ്പം എന്നെ പോലെ ഫീൽ ചെയ്തു. ഇനി നമ്മൾ അടുത്തൊരു സീരീസിലോട്ട് പോവാണ്. ഇനി അച്ഛൻ്റെ അമ്മേൻ്റെ കുറച്ച് ഫോട്ടോസ് കാണിക്കും. അത് ഏത് മൊമെന്റ് ആണ് ആ ഒരു സിറ്റുവേഷൻ എക്സ്പ്ലെയിൻ ചെയ്യുക മൃദുലയുടെ. ഓക്കെ, ഫസ്റ്റ് പിക്ചർ ഇതാണ്. ഫസ്റ്റ് പിക്ചർ ഇത് ഞാൻ ബാംഗ്ലൂർ പോയിട്ട് വന്ന് ബസ്സിലാണ് വരുന്നത്. തിരിച്ചു വന്നപ്പോൾ കൊല്ലത്തിറങ്ങിയപ്പോൾ ഏട്ടൻ എന്നെ അവിടെ വിളിക്കാൻ വന്നു. അത് കഴിഞ്ഞ് നമ്മൾ അവിടുത്തെ കടപ്പുറത്ത് പോയിരുന്നു കുറച്ചു നേരം. അന്ന് ബൈക്കിലാണ് വിളിക്കാൻ വരുന്നത്. എൻ്റെ തന്നെ വലിയൊരു ബാഗും ഉണ്ട്. ഏട്ടൻ ബാഗ് ഞാൻ വെച്ചിട്ട് നമ്മൾ ഫസ്റ്റ് ടൈം കൊല്ലം ബീച്ച് പോകുന്നുണ്ട്. ഫ്രണ്ട്സുമായിട്ട് മുന്നേ പഠിക്കുന്ന സമയത്ത് ട്രെയിനിൽ പോകാനെങ്കിലും
ഓർമ്മയുണ്ട് അല്ലെ നമുക്ക് എന്ത് മൊമെന്റ് കാണിച്ചാലും എനിക്കറിയാം ഓർമ്മ കാണും മിക്കതും കാണും മറക്കാൻ പറ്റുമോ? ഇത് അങ്ങനെ അന്ന് നമ്മളെടുത്താ അന്ന് നമ്മളൊരു ചെറിയൊരു പിണക്കമായിരുന്നു, പക്ഷെ കണ്ടപ്പോ പിണക്കം മാറി. കാരണം നമ്മൾ എപ്പം ലോങ് ഒരുപാട് ബാംഗ്ലൂരല്ലേ പോയത്. ഞാൻ 16 ദിവസം നിന്ന് അതിന് ഭയങ്കര കറുവായിരുന്നു എന്റെ അടുത്ത്, തിരിച്ചു വരാത്തതിന് പെട്ടെന്ന്. അങ്ങനെ വന്നപ്പോ ഇത്തിരി നമ്മള് കലിപ്പെന്ന് പറയാമോ? അത് ഇച്ചിരി പറഞ്ഞു. അയ്യോ ഇച്ചിരി അല്ല, ഇച്ചിരി തോനെ കലിപ്പനായിരുന്നു. ഇപ്പൊ അതുകൊണ്ട് ശാന്ത സ്വരൂപന ഇല്ലേ നമ്മൾ. സോ നെക്സ്റ്റ് ഫോട്ടോ, അടുത്ത ഈ ഫോട്ടോ. ഇത് SM കോളേജിലെ മറ്റേ ഫിസിക്കൽ എഡ്യൂക്കേഷന്റെ ഓക്കെ. അത് എങ്ങനെയായിരുന്നു സിറ്റുവേഷൻ? ഏട്ടൻ വന്നില്ല, കോളേജിൽ വന്നില്ല. ഞാൻ കൂടെ ബില്ലേട്ടൻ്റെ അടുത്ത് ചോദിക്കും. ബില്ലേട്ടനെ അല്ലെങ്കിൽ ശല്യം ചെയ്യുമായിരുന്നു, ഏട്ടൻ വരുമോ ഏട്ടൻ വരുമോ ഏട്ടൻ വരുമോ. അങ്ങനെ കോളേജ് വിട്ട ടൈമിൽ എനിക്ക് തോന്നുന്നു സ്ട്രൈക്ക് ആയിട്ട് നേരത്തെ വിട്ടേന്ന് തോന്നുന്നു. അല്ല അതിൽ ചെറിയ മിസ്റ്റേക്ക് ഉണ്ട്. അന്ന് ആക്ച്വലി നമുക്ക് BA ഹിസ്റ്ററി ക്ലാസ് ഇല്ലായിരുന്നു. അത് അന്ന് നിങ്ങൾ ക്ലാസ്സിലായിരുന്നു. അന്ന് നിങ്ങൾക്ക് മാത്രമേ ക്ലാസ് ഉള്ളായിരുന്നു. പിന്നെ ബില്ലേട്ടൻ അൻസി കാണാൻ വേണ്ടി. അന്ന് നമ്മൾ അവിടുന്ന് പഠിച്ച് ഇറങ്ങിയ ടൈം. ഞാനന്ന് കോളേജ് പഠിക്കുന്നില്ലായിരുന്നോ? എനിക്ക് ഓർമ്മയില്ല കേട്ടോ. പക്ഷെ അങ്ങനെ ഞാനിങ്ങനെ വിഷമിച്ച് നിന്നപ്പോണ്ട് ബാക്കി എല്ലാരും അവിടെ അതൊരു ലവേഴ്സ് കോർണേഴ്സ് പോലെ എല്ലാരും റിലേഷനിലുള്ള കപ്പിൾസ് എല്ലാരും വന്ന്, ഞാൻ മാത്രം ഇരിക്കുന്നു. പോണ്ടാ ബൈക്കിൽ ഇങ്ങനെ ഒരാള് വരുന്നു. കാണുമ്പോ ഭയങ്കര ഒരു സുഖമുണ്ടല്ലോ. കൊറേ നാൾക്ക് ശേഷം പറയാതെ അവളെ അന്ന് ഞാൻ ക്ലാസ് കഴിഞ്ഞിറങ്ങിയതിന് ശേഷം കാണക്കില്ലല്ലോ. അങ്ങനെ അതും ഒരു സർപ്രൈസ് എന്താന്ന് വെച്ചാൽ ഒരേ കളർ ആയിട്ടുണ്ട് വന്നേ, സെയിം കളർ ആയിരുന്നു. കണ്ടില്ലേ? കണ്ടോളൂ അച്ഛനും അമ്മയുടെ ലവ് സ്റ്റോറി പറയുമ്പോ നീ ഒരു താല്പര്യം ഇല്ലാത്ത ഇവിടെ ഏന്ന് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ പറയാതെ ലോങ് ടൈം നമ്മൾ കാണാതിരുന്നിട്ട് നമ്മൾ പെട്ടെന്ന് ഇങ്ങനെ ഭയങ്കര സന്തോഷമായിരുന്നു. ഒന്നും പറയണ്ടല്ലോ. പക്ഷെ അവളെ ഓർത്തില്ലേ? ഇത് ഓർത്തില്ല കേട്ടോ. അത് നീ അവിടെ പഠിച്ചിറങ്ങി കഴിഞ്ഞിട്ടെടുക്കുക. നീ കോളേജിൽ നിന്ന് വന്നില്ലെന്ന് എനിക്ക് ഓർമ്മയുണ്ട്. എന്റെ ഹെൽമെറ്റും താഴെയുണ്ട്. സോ നെക്സ്റ്റ് പിക്ചർ. എന്റെ വണ്ണം നോക്ക് അന്നത്തെ മുഖത്ത് ജമുക്കനായിരിക്കുന്നു. ഇത് ഏട്ടൻ ഏവിയേഷന് പഠിക്കുമായിരുന്നു ഏട്ടൻ. ബില്ലേട്ടനാണ് ഈ ഫോട്ടോ എടുത്തിരുന്നേ. തൊട്ടപ്പുറത്ത് അൻസിയുണ്ട്. നമ്മൾ 4 പേരും കൂടെ ഫുഡ് കഴിക്കാൻ പോയതാ. ഐ തിങ്ക് പുനലൂരുള്ള സ്ഥലത്ത് എവിടെ ആണ്, പുനലൂരാണ് ഫുഡ് കഴിക്കാൻ പോയത് അല്ലേ? പുനലൂരാ. എവിടെ ചോറ് കിട്ടും. പത്തനംതിട്ടയിലോട്ട് പോകുന്ന നമ്മളെപ്പോഴും നിങ്ങൾക്ക് വല്ല കേൾക്കുന്നു. ഇവിടെ വലിയ പാട്ട് കിടക്കുക. നമ്മളെപ്പം കൂടിയാലും നമ്മളെല്ലാരും ഫുഡ് കഴിക്കും. മെയിൻ ഫുഡാണ്. അന്നും ഇത് കണക്ക് ചെറിയൊരു പിണക്കം നമ്മളെപ്പോഴും പിണക്കുക. പക്ഷെ എന്റെ അടവ് എന്താ അറിയോ, പിണങ്ങും. ഭയങ്കര വഴക്കായിരിക്കും ഫോണിൽ കൂടെ ഒക്കെ. ഞാൻ പറയും എനിക്ക് നേരിട്ട് കാണണം. നേരിട്ട് കാണുമ്പോ പിന്നെ ഒന്നുമില്ല, പിന്നെ ഭയങ്കര കൂട്ടം അല്ലേ? ഓക്കെ, ഞാൻ കാണിക്കട്ടെ. ഇത് എന്ന് എവിടെ എപ്പോ? ഒരു പിടിയില്ലടാ ഇത് ഫോട്ടോ എന്ന് കല്യാണം കഴിഞ്ഞെടുത്തല്ല. ഞാൻ പറഞ്ഞുതരാം. നിനക്ക് ഞാൻ എന്റെ SC ഗിഫ്റ്റ് തന്നിട്ട് അന്ന് അൽസാജിൽ വെച്ചെടുത്ത ഫോട്ടോ. അന്ന് അൽസാജിൽ നിന്ന് എനിക്ക് കൊറേ വീഡിയോസ് എടുത്തു തന്നില്ലേ? അന്ന് ആദ്യമായിട്ട് ഞങ്ങൾക്ക് ഐഫോൺ ഗിഫ്റ്റ് കൊടുക്കുന്ന ഫോൺ. ഇത് എടുക്കുന്നത് നമ്മുടെ ശംഖുമുഖത്ത് എടുക്കുന്ന. നമ്മളിത് ജസ്റ്റ് കറങ്ങാൻ പോയത് കല്യാണത്തിന് മുമ്പ്. ഐ തിങ്ക് നിശ്ചയം കഴിഞ്ഞിട്ടാന്ന് തോന്നുന്നു. നിശ്ചയം കഴിഞ്ഞിട്ട്. ഇത് നമ്മള് റിവീൽ ചെയ്തിട്ടാ, നമ്മളെ റിലേഷൻ റിവീൽ ചെയ്തതിനു ശേഷം എടുത്ത ഫോട്ടോ. അതിലങ്ങനെ സ്പെഷ്യൽ വേറെ മൊമെന്റ്സ് ഒന്നുമില്ല. അത്രേ ഉള്ളു കൈസ്. അവിടെ പഴയ ഫോൺ ആയത് നമുക്ക് കുറെ ഇത് കാണിക്കാം. ഇതിനകത്തില്ലാത്ത സാധനമില്ല, ഇതിനകത്തുണ്ടല്ല. അമ്പുന് പുതിയ ബട്ടർഫ്ലൈ ഫോൺ കിട്ടിയല്ലോ അമ്പു. ഓക്കെ, അടുത്ത ഫോട്ടോ. നെക്സ്റ്റ് ഫോട്ടോ ഇത് ഒരുപാട് നമ്മൾ ഇട്ടിട്ടുണ്ട് സോഷ്യൽ മീഡിയയില്. പക്ഷെ പറയാം, ഇതൊരു ഹ്യൂജ് അടിക്ക് ശേഷം എടുത്ത ഫോട്ടോ. നമ്മൾ റിലേഷൻ ആകുമ്പോൾ അന്ന് തൊട്ട് നമ്മുടെ അടുത്ത് എല്ലാരും പറയാം, നമ്മുടെ ഫ്രണ്ട്സ്, നിങ്ങൾ ഒന്നിക്കത്തില്ല. കാരണം നിങ്ങൾ എപ്പോഴും വഴക്കാം. നമ്മളെ സത്യത്തിൽ റിലേഷൻ ടൈമിൽ നമ്മൾ ഭയങ്കര അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും വഴക്കായിരുന്നു. ഇത് ഞാൻ പറഞ്ഞുതരാം. ഇത് നല്ലൊരു കലിപ്പിന് ശേഷം എടുത്ത നല്ല വഴക്കിന് ശേഷം എനിക്ക് ഓർമ്മയുണ്ട്. നവംബർ 20. ഇത് നല്ല വഴക്കിന് ശേഷം എടുത്ത വീഡിയോ ഫോട്ടോയാ. അതിനുശേഷം നമ്മൾ സോൾവ് ആയി, നേരിട്ട് കണ്ടു കഴിഞ്ഞപ്പോ എല്ലാം ഓക്കെ സംസാരിച്ചു കഴിയുമ്പോ. എവിടെ സ്ഥലം? ഇത് നമ്മുടെ റെസ്റ്റോറന്റ് ആണ്. റെസ്റ്റോറന്റ് അല്ല, തിയേറ്റർ ആണ്. തിയേറ്റർ ആണോ ചോദിച്ചാ റെസ്റ്റോറന്റ് ആണിത്. എവിടുത്തെ സ്ഥലം പറ? പുല്ലൂരിൽ തന്നെ.
നമ്മൾ ഇറച്ചിച്ചോറ് തിന്നുന്ന അവിടെ തന്നെ അല്ല. ഞാൻ പറഞ്ഞില്ല ഡിമാള് ലിഫ്റ്റ് കണ്ടിട്ടെങ്കിലും പറ ഡിമാള്. അന്ന് ഡിമാള് പണിയുന്നതേ ഉള്ളൂ, അന്ന് പണിഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുന്നേ ഉള്ളൂ. അന്ന് നമ്മൾ എടുത്തത്. ഇതെന്തോ വഴക്കൊന്നും എനിക്ക് ഓർമ്മയില്ല, നമ്മൾ വഴക്കളൊന്നും ഓർമ്മയില്ല. പക്ഷെ വന്ന് കണ്ട് മിണ്ടിയപ്പോ പിന്നെ കാച്ചപ്പായി എല്ലാം ഒരു ദിവസത്തെ 2 ദിവസത്തെ കേട്ടോ, അത്രേ ഉള്ളൂ. അപ്പൊ സത്യത്തിൽ ഇതിപ്പം അമ്പുമായിട്ടിരുന്ന് കാണുമ്പോ അതൊരു വേറൊരു ഫീല്. ലാസ്റ്റ് വണ്ണേ ഇത്. എടാ ഇത് നമ്മളെ കൊല്ലത്ത് പോന്നേടാ, ഇത് നമ്മൾ കൊല്ലം ബീച്ചിൽ പോകുന്നതാണ്. ഇത് കൊല്ലം ബീച്ചില് സത്യം പറഞ്ഞാൽ കാമുകനും കാമുകിയൊക്കെ ബീച്ചിലൊക്കെ പോകുന്നത് ഇച്ചിരി നേരം ഇരുന്ന് നമ്മള് ഡാൻസ് കളിക്കാൻ എവിടെ ഇടത്തില്ല, പബ്ലിക്കിലും എവിടെ ഇടത്തില്ലെങ്കിലും നമ്മൾ അങ്ങനത്തെ ഒരുപാട് മൊമെന്റ്സ് ഉണ്ട്, ഇഷ്ടം പോലെ വീഡിയോസ് ഉണ്ട്. നമ്മളെങ്ങും ഇതുവരെട്ട് സോഷ്യൽ മീഡിയയിൽ ഇടാത്ത ഡാൻസുകളും കാര്യങ്ങളൊക്കെ ഒരുപാട് നമ്മളെ കടയിൽ ഫോണൊന്നും ഓണായി വരട്ടെ, ഞാൻ വരുന്നുണ്ട് ഒരുപാട് ഉണ്ട്. സത്യത്തിൽ അന്ന് നമ്മളിങ്ങനെ ചുമ്മാ ക്രിഞ്ചായിട്ട് പോലും പറയാം, നമ്മള് കുഞ്ഞൊക്കെ ആകുമ്പോൾ നമ്മൾ ഇങ്ങനെ പോവും, അങ്ങനെ പോവും, അവിടെ പോവും. ആ കാര്യങ്ങളൊക്കെ ഇപ്പം റിയൽ ലൈഫിൽ നടക്കുമ്പോൾ അതൊരു വേറൊരു ഫീലാണ്. അതുപോലെ ഇപ്പം കണ്ടോ അവന്റെ അടുത്തിരുന്ന് നമ്മൾ ചെയ്യുമ്പോൾ അത് വേറൊരു ഫീൽ. നമ്മൾ അന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ പല പ്രോമിസുകളും ഒന്നും ഇതുവരെയായിട്ടും ഒന്നും റോങ് ആയിട്ടില്ല, എല്ലാം അതുപോലെ ഇല്ലേ അമ്പു? താങ്ക് യു. അപ്പം താങ്ക് യു, ലവ് യു. അപ്പൊ ഗൈസ് നമ്മുടെ ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡ് അപ്പ് ചെയ്യാണ്. ഇതൊരു അങ്ങനെ ഓൾഡ് റിയാക്ഷൻ കുറെ മെമ്മറീസും ആണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പഴയതിലോട്ട് പോകും. അപ്പൊ ഹോപ്പ് ഗൈസ് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇതിലുള്ള കാണുന്നവരെ ബൈ. അവൻ ഇനി ഈ ഫോണിലാ കളി കേട്ടോ, കറക്കണം. ഇനിയും അടുത്ത ക്രിഞ്ചായിട്ട് വരാം. ഞാൻ വരുന്നുണ്ട്.